സ്ത്രീകളുടെ കണ്ണീരിൻ്റെ കഥ പറയുന്ന നിരവധി വീടുകളുണ്ട് നമ്മുടെ ചുറ്റുപാടും. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ സ്ത്രീധനത്തിൻ്റെ പേരിലാകും പ്രശ്നം. പിന്നീട് ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കും. ഭർത്താവിന് അടിമവേല ചെയ്യാൻ മാത്രം നിയോഗിക്കപ്പെട്ട ഒട്ടേറെ ഭാര്യമാരെക്കുറിച്ച് കേൾക്കാറുണ്ട്. രാവിലെ മുതൽ രാത്രി വരെയും വീട്ടിലെ പണി മുഴുവൻ എടുത്താലും കുറ്റപ്പെടുത്തലും പഴികളും കേൾക്കാൻ വിധിക്കപ്പെട്ടവൾ. മദ്യലഹരിയിലെത്തുന്ന ഭർത്താവിൻ്റെ കൈത്തരിപ്പിന് ഇരകളാകുന്നവൾ. അങ്ങനെ ചോരയും കണ്ണീരുമാകും അവരുടെ ദുരിത ജീവിതത്തിൻ്റെ അവശേഷിപ്പ്. ഈ പകലും കേട്ടു ഒരു സ്ത്രീയുടെ നിലവിളി ശബ്ദം. പാലക്കാട് മാത്തൂരിൽ കുടുംബ കലഹത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത്. എന്താണ് വാസുവിൻ്റെയും ഇന്ദിരയുടെയും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൽ നിന്നും ക്രൂരമായ പീഡനവും മർദ്ദനവും ഏറ്റുവാങ്ങിയതാണ് പാലക്കാട് മാത്തൂരിലെ ഇന്ദിര എന്ന വീട്ടമ്മ. 3 പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യ ജീവിതം കണ്ണീര് മാത്രമാണ് അവർക്ക് സമ്മാനിച്ചത്. മക്കൾ വളർന്നു വലുതായിട്ടും വേദനയും ദുരിതവും സഹിക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ ഒടുവിൽ ഭർത്താവിൻ്റെ ക്രൂരതയിൽ കൊലക്കത്തിക്കിരയാകുന്നു. രാവിലെ 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. കേസിൽ ഭർത്താവ് വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു. രാവിലെ 10 മണിയോടുകൂടിയാണ് സംഭവം. മക്കൾ ജോലിക്ക് പോയ സമയത്താണ് ഭർത്താവായ വാസു കൊടുവാൾ ഉപയോഗിച്ച് ഭാര്യ ഇന്ദിരയുടെ കഴുത്തിൽ വെട്ടിയത്. 55-കാരിയായ ഇന്ദിര സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. നാട്ടുകാരാണ് ഉടൻ പോലീസിനെ വിവരമറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി വാസുവിനെ അറസ്റ്റ് ചെയ്തു. വാസു സ്ഥിരമായി മദ്യപിച്ചു വന്ന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായിട്ടാണ് വിവരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ദിരയും വാസുവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ കുടുംബ തർക്കമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം രാത്രി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിൽ തോന്നിയ പ്രതികാരമാണ് കൊലയിൽ കലാശിച്ചതെന്നാണ് വാസു പോലീസിന് നൽകിയ മൊഴി. കൊലപാതക വിവരം വാസു തന്നെയാണ് അയൽക്കാരെ അറിയിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വാസുവിനെ കുഴൽമന്ദം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 പാലക്കാട്. കൗമാരപ്രായമാകുമ്പോൾ പ്രണയവും സൗഹൃദവുമൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. പെൺകുട്ടികൾ കരുതലും സ്നേഹവും പ്രതീക്ഷിച്ചാണ് പ്രണയിക്കുന്നത്. എന്നാൽ പല ആൺകുട്ടികളുടെയും മനസ്സിൽ അതൊരു വികാരം മാത്രമാണ്. അങ്ങനെ ലൈംഗിക ചൂഷണം ലക്ഷ്യമിട്ട് പ്രണയിക്കുന്നവരുണ്ട്. ആ പ്രണയച്ചതിക്ക് ഇരകളാകുന്നത് പെൺകുട്ടികളാകുമെന്നതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു സംഭവമാണ് കൊല്ലം ചിതറയിൽ നടന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം സ്വദേശി മുഹമ്മദ് സൊലൂഫ് പ്രണയം നടിച്ച് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. മലപ്പുറം അരീക്കോട് സ്വദേശി മുഹമ്മദ് സൊനൂഫാണ് ചിതറ പോലീസിന്റെ പിടിയിലായത്. 6 മാസം മുമ്പ് ചിതറയിലെ ബന്ധുവിന്റെ സ്ഥാപനത്തിൽ ജോലിക്കെത്തിയ സൊനൂഫ് അതേ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന പെൺകുട്ടിയെ പ്രണയവാഗ്ദാനം നൽകി സ്ഥാപനത്തിലും തന്റെ താമസ മുറിയിലും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. കുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടായ സംശയത്തെ തുടർന്ന് വീട്ടുകാർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡന വിവരം പെൺകുട്ടി രക്ഷിതാക്കളോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ചിതറ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ
CA അജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മലപ്പുറം അരീക്കോട് പ്രദേശത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഒരമ്മയ്ക്ക് മറക്കാനോ ഉപേക്ഷിക്കാനോ കഴിയുമോ? അങ്ങനെയുള്ള സ്ത്രീകൾ അമ്മയെന്ന് വിളിക്കാൻ പോലും യോഗ്യരല്ല. കാസർഗോഡ് കുമ്പളയിൽ 1 മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയത് അമ്മയും അച്ഛനും ചേർന്നാണ്. കുമ്പള സ്വദേശികളാണ് കുട്ടിയെ നീർച്ചാലിലുള്ള കുടുംബത്തിന് വിറ്റത്. കേസിൽ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യ പ്രവർത്തകർ നൽകിയ വിവരത്തെ തുടർന്ന് കുഞ്ഞിനെ നീർച്ചാലിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അതേസമയം കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയതല്ലെന്നും വളർത്താനായി വാങ്ങിയതെന്നുമാണ് കുടുംബത്തിൻ്റെ മൊഴി. ഒരു മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയെന്നാണ് പരാതി. പോലീസിന്റെ സഹായത്തോടെ ശിശുക്ഷേമ സമിതി നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ നീർച്ചാൽ വില്ലേജിലെ ഒരു വീട്ടിൽ കണ്ടെത്തി. കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയതല്ലെന്നും വളർത്താനായി സ്വീകരിച്ചതാണെന്നുമാണ് കുഞ്ഞിനെ കണ്ടെത്തിയ വീട്ടിലുള്ള സ്ത്രീ അധികൃതരോട് വ്യക്തമാക്കിയത്. കുഞ്ഞിനെ തിരികെ നൽകിയില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഇവർ ഭീഷണി മുഴക്കിയതായാണ് വിവരം. കുമ്പള ടൗണിന് സമീപത്തെ ഒരു യുവതിയുടേതാണ് കുഞ്ഞ്. ഇവരുടെ ആദ്യ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു. ഈ ബന്ധത്തിൽ മക്കളുണ്ട്. ഇതേ തുടർന്ന് ഭാര്യയും മക്കളുമുള്ള ബംഗളൂരുവിലെ ഹോട്ടലിൽ ജീവനക്കാരനായ ഒരാളെ യുവതി വിവാഹം കഴിച്ചിരുന്നു. യുവതിക്ക് ആദ്യ ഭർത്താവിനുണ്ടായ 2 കുട്ടികളും ഇവരുടെ കൂടെയുണ്ട്. ഇപ്പോഴത്തെ ബന്ധത്തിൽ യുവതി ഗർഭിണിയാവുകയും 1 മാസം മുൻപ് ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഈ കുട്ടിയെയാണ് കുട്ടികളില്ലാത്ത ഒരു സ്ത്രീക്ക് കൈമാറിയത്. ഇക്കാര്യം കൂടുതൽ ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തക യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. മാതാവ് പരുങ്ങുന്നത് കണ്ട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ കൈമാറിയ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ ശിശുക്ഷേമ സമിതിയെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ കണ്ടെത്തിയത്. കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിന് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നാണ് അധികൃതർ മാതാവിന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. കുഞ്ഞിന്റെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിലെ പല പ്രമുഖ കമ്പനികൾക്കും സോഫ്റ്റ്വെയറുകൾ നിർമ്മിച്ചു നൽകിയെന്ന അവകാശവാദം. അങ്ങനെ പരസ്യം നൽകിയാണ് പലരെയും സമീപിക്കുന്നത്. കൊച്ചിയിലെ IT കമ്പനി നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പ് പുറത്തു വന്നത് അമേരിക്കയിലെ സ്വകാര്യ കമ്പനിയുടെ പരാതിയിലാണ്. ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് എന്ന കമ്പനി 59 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതിക്ക് പോലീസ് കേസെടുത്തു. അമേരിക്കയിലെ സ്വകാര്യ കമ്പനിക്ക് വെബ് വെർഷനിലും മൊബൈൽ വെർഷനിലും സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് പണം തട്ടിയത്. 3 മാസത്തിനകം സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് 59 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. സോഫ്റ്റ്വെയറിനായി 43 ലക്ഷം രൂപയും മറ്റു ചെലവുകൾക്കായി 15,99,000 രൂപയുമാണ് ഐന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് എന്ന കമ്പനി കൈപ്പറ്റിയത്. ഐന്ദ്രിയ CEO ജ്യോതിഷ് കുമാർ, ഫിനാൻസ് ഹെഡ് അനന്ത് ദിലീപ് എന്നിവരെ പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 150 പേർക്ക് അല്ലെങ്കിൽ ഒരു 200 പേർക്കോളം ജോലി കിട്ടട്ടെ, ആ കുടുംബങ്ങളെ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു രീതിയിലാണ് US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊജക്റ്റ്, മാസീവായിട്ടുള്ളൊരു പ്രൊജക്റ്റ് നമ്മൾ കൊച്ചി ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള കമ്പനിക്ക് കൊടുത്തത്.
പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ചീറ്റിംഗ് കമ്പനിയാണ്. ഇത്രയും വലിയൊരു ചീറ്റിംഗ് കമ്പനിയെ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ദ്രിയ മാർക്കറ്റിംഗ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ വിശ്വസിച്ചിട്ടാണ് അമേരിക്കൻ കമ്പനി ഇതിലേക്ക് ഇത്തരം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ റൺ ചെയ്ത് ഇത് ലോഞ്ച് ആയതിനു ശേഷം അല്ലെങ്കിൽ ലോഞ്ച് ആവുന്നതിനോടനുബന്ധിച്ച് ഒരു 150-200 പേർക്ക് തൊഴിൽ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുമൂലം ഇല്ലാണ്ടായിപ്പോയത്. ഈ ഒരു തട്ടിപ്പ് പ്രവർത്തനം കൊണ്ട് ഇല്ലാണ്ടായത് ഒരു 10-200 കുടുംബങ്ങൾ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്കൊരു തൊഴിൽ മാർഗം കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതുപോലെ നഷ്ടമായി. 3 മാസത്തെ കാലാവധി പറഞ്ഞ കമ്പനി 16 മാസമായിട്ടും സോഫ്റ്റ്വെയർ നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു തട്ടിപ്പ് സ്ഥാപനമാണെന്ന് ബോധ്യപ്പെട്ടതെന്ന് പരാതിക്കാർ പറയുന്നു. കേരളത്തിലെ മുൻനിര വാർത്താ ചാനലുകളുടെ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകിയതായി തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ കരാർ ഏറ്റെടുത്തത്. ആ കമ്പനിയിൽ നടത്തിയ ഇൻസ്പെക്ഷനിൽ യാതൊരു വിധത്തിലുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റ് ലൈസൻസോ ഒന്നും ഇല്ല എന്നാണ് നഗരസഭയിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇൻഫോ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഈ IT രംഗത്ത് വലിയ തട്ടിപ്പിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ഒരു പ്രത്യേക പേരിൽ വന്ന് വലിയ തട്ടിപ്പ് നടത്തിയതിന് ശേഷം അത് അടച്ചുപൂട്ടി വേറെ പുതിയ പേരിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 100 പേർക്ക് കേരളത്തിൽ തൊഴിലവസരം നൽകുന്നതിന് വേണ്ടിയാണ് അമേരിക്കയിൽ ഇത് ഏൽപ്പിക്കാതെ കേരളത്തിലെ സോഫ്റ്റ്വെയർ കമ്പനിയെ തെരഞ്ഞെടുത്തത്. 4 ഭാഗങ്ങളിലായി വികസിപ്പിച്ച് നൽകേണ്ട സോഷ്യൽ മീഡിയ ആപ്പാണ് 3 മാസത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകാമെന്ന് അവകാശപ്പെട്ട് ഐന്ദ്രിയ സൊല്യൂഷൻസ് കരാർ വെച്ചത്. എന്നാൽ ഇത്തരമൊരു ആപ്ലിക്കേഷൻ നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറഞ്ഞു. അതേസമയം അമേരിക്കൻ കമ്പനി നൽകിയ തുക വീട് നിർമ്മാണത്തിനും ഓഫീസ് നിർമ്മാണത്തിനുമായി വകമാറ്റിയതായാണ് വിവരം. വിശ്വാസവഞ്ചന, ചതി, പണം തട്ടൽ തുടങ്ങിയ കുറ്റങ്ങൾ ചേർത്താണ് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. രോഗിയുടെ ജീവൻ രക്ഷിക്കാനായി പാഞ്ഞു വരുന്ന ആംബുലൻസുകൾ കണ്ടാൽ നമ്മളൊക്കെ വാഹനം സൈഡാക്കി കൊടുക്കാറുണ്ടല്ലേ? എന്നാൽ ചില സാമൂഹ്യ വിരുദ്ധരുണ്ട്, ആംബുലൻസുകൾക്ക് പോലും വഴി കൊടുക്കാൻ തയ്യാറാകില്ല. കൊല്ലം കൊട്ടിയത്ത് ബൈക്കിൽ സഞ്ചരിച്ച യുവാക്കളുടെ സംഘം ആംബുലൻസിന് കുറുകെ വാഹനം ഓടിച്ചെന്നു മാത്രമല്ല, ഹോണടിച്ചതിന് ആംബുലൻസ് ഡ്രൈവറെ ആക്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ 3 പേർക്കെതിരെ കൊട്ടിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും രാത്രിയിൽ രോഗിയുമായി കൊട്ടിയം കിംസ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം. ആംബുലൻസ് പോകാനായി സൈഡ് കൊടുക്കാതെ മൂവർ സംഘം റോഡ് നിറഞ്ഞ് യാത്ര ചെയ്തപ്പോൾ ഡ്രൈവർ ഹോൺ അടിച്ചതാണ് പ്രകോപനം. ഇവർ ആംബുലൻസിന്റെ ചില്ലടിച്ചു തകർക്കുകയും ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. പത്തനാപുരം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ ബിബിൻ ബാലനാണ് മൂവർ സംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വരുന്ന വഴിക്ക് കൊട്ടിയം ജംഗ്ഷൻ കഴിഞ്ഞ സമയത്ത് കിംസിലേക്ക് വരുന്ന വഴിക്ക് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ബൈക്ക് നമുക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുകയും നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് മാറ്റാതിരിക്കുകയും ഒരു ആംബുലൻസ് കയറിപ്പോകാത്ത രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് തടസ്സപ്പെടുകയാണ്. അതിനുശേഷം ഇടതുവശത്തുകൂടി കുറച്ച് ഗ്യാപ്പ് കിട്ടിയ സമയത്ത് നമ്മൾ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത് കയറുകയുണ്ടായി. അപ്പോൾ കയറിയപ്പോൾ സൈഡിലൂടെ വന്ന ഈ ബൈക്കുകാർ വണ്ടിയോട് ചേർത്ത് വണ്ടിക്കകത്ത് അടിക്കുകയും വണ്ടിക്കകത്ത് കൊണ്ട് ചേർത്ത് നിർത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തേണ്ടി വന്നു. നമ്മൾ മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബൈക്കിൽ തട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരും വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി നിലവിൽ വന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ അടിച്ചു പൊട്ടിച്ചു, സൈഡ് മിററൊക്കെ അടിച്ചു പൊട്ടിച്ചു. അതിനുശേഷം അകത്തിരുന്ന എന്നെ അവർ കൈയേറ്റം ചെയ്യുക ചെയ്തത്. രോഗിയോടൊപ്പമുണ്ടായിരുന്നവർ ഗുരുതരാവസ്ഥയിലാണെന്നും ഉടൻ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണെന്നും പലതവണ പറഞ്ഞെങ്കിലും ആക്രമികൾ അത് കേൾക്കാൻ തയ്യാറാകാതെ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. 3 പേര് മോൻ്റെ ഒക്കെ വണ്ടി മുമ്പിൽ വന്നു കിടന്നുകൊണ്ട് അഭ്യസനം കാണിക്കാൻ തുടങ്ങി. അന്നേരം മോൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ രോഗികളോട് പോവുക, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഇവന്മാർ അതും കേൾക്കാതെ വന്നപ്പോൾ എങ്ങനെയോ ആ പയ്യനെ എങ്ങനെയോ അതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി എടുത്തുകൊണ്ട് അവരപ്പുറത്തെ സൈഡിൽ പോയി. പക്ഷെ പിന്നെ ആംബുലൻസിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഇവരുടെ ഇതാണെങ്കിൽ ഒരുമാതിരി അക്രമം അതെല്ലാം കാണിച്ചത്. പേടിച്ചു പോവില്ല നമ്മൾ അത്രയും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയം, ഒരു രോഗിയെ ആംബുലൻസിൽ കിടക്കുന്ന ജീവന് വേണ്ടി മല്ലിടുന്നൊരു സമയം, അതുപോലെ ഓക്സിജൻ കൊടുത്താൽ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ ഇവർ ആംബുലൻസിൻ്റെ അന്നേരം ഈ രോഗി കിടക്കുന്ന സൈഡിൽ തന്നെ ആംബുലൻസിൻ്റെ ആ സൈഡിൽ വന്ന് നല്ലിട്ട് ശക്തമായിട്ട് അടിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് എന്തോ സംഭവം എന്ന്. അന്നേരം ഞങ്ങൾ അവിടെ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് വേലയാണ് കാണിക്കുന്നത്, ഞങ്ങൾക്ക് രോഗിയെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും ഉമ്മ ഡോറ് തുറന്ന് ആ ആംബുലൻസ് ഡ്രൈവറിനെ അടിക്കുകയും ആ ഗ്ലാസ് തല്ലി തകർക്കുകയൊക്കെ ചെയ്തു. പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിലെ ആംബുലൻസിന്റെ സൈഡ് മിററാണ് തകർത്തത്. സംഭവത്തിന് പിന്നാലെ 3 അംഗ ക്രിമിനൽ സംഘം കടന്നു കളഞ്ഞു. വധശ്രമത്തിന് കേസെടുത്ത കൊട്ടിയം പോലീസ് ആംബുലൻസ് ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. രാഷ്ട്രീയ വൈരാഗ്യവും പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആംബുലൻസുകൾക്ക് നേരെ മനസാക്ഷിയുള്ളവർ ആക്രമണം നടത്താറില്ല. എന്നാൽ തിരുവനന്തപുരം നെടുമങ്ങാട് രാഷ്ട്രീയ സംഘർഷത്തിനിടെ SDPIയും DYFI നടത്തിയ ആക്രമണം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. CPM SDPI സംഘർഷത്തിൽ DYFIയുടെ ആംബുലൻസ് കത്തിച്ച കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. SDPI പ്രവർത്തകരായ സമദ്, നാദിർ ഷാ, അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. നേരത്തെ SDPIയുടെ ആംബുലൻസും വാഹനങ്ങളും DYFI അടിച്ചു തകർത്തിരുന്നു. DYFI SDPI സംഘർഷത്തെ തുടർന്ന് DYFIയുടെ ആംബുലൻസ് കത്തിച്ചെന്നാണ് കേസ്. പ്രതികളായ SDPI പ്രവർത്തകരെ നെടുമങ്ങാട് നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നെടുമങ്ങാട് സ്വദേശികളായ സമദ്, നാദിർ ഷാ, അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. സംഘർഷത്തെ തുടർന്ന് CPM മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ ആക്രമിച്ച സംഭവത്തിൽ 3 SDPI പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരുന്നു. റഫീഖ്, നിസാം, സമദ് എന്നിവർക്കെതിരെയാണ് അരുവിക്കര പോലീസ് കേസെടുത്തത്. ബ്രാഞ്ച് സെക്രട്ടറിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ആദ്യം DYFI പ്രവർത്തകരാണ് SDPIയുടെ ആംബുലൻസ് തകർത്തത്. മുഖം മറച്ചെത്തിയ യുവാക്കൾ ആംബുലൻസ് തകർക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു DYFIയുടെ ആംബുലൻസിന് തീയിട്ടത്. നെടുമങ്ങാട് SDPIയും CPMും തമ്മിൽ ഏറെ നാളായുള്ള രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയാണ് അക്രമസംഭവങ്ങൾ. മുല്ലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ദീപുവിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചതിന് പിന്നാലെയാണ് SDPI പ്രവർത്തകന്റെ വീടിനും ആംബുലൻസിനും നേരെ ആക്രമണമുണ്ടായത്. ആംബുലൻസ് ആക്രമണ കേസിൽ 4 DYFI പ്രവർത്തകർ കീഴടങ്ങിയിരുന്നു. അതേസമയം SDPIയുടെ ബാനർ പെട്രോൾ ഒഴിച്ച് തീയിട്ട സംഭവത്തിലും ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. ന്യൂസ് 18 നെടുമങ്ങാട്. രാജ്യത്തെ ചില മെട്രോ നഗരങ്ങളിൽ ബൈക്ക് ടാക്സികൾ സജീവമാണ്. കുറഞ്ഞ ചെലവ് മാത്രമേ ഇതിനുള്ളൂ എന്നതിനാൽ പലരും ബൈക്കുകളിലാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഈ ബൈക്ക് ടാക്സികളിലെ യാത്ര സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതമായിരിക്കും? ഏറെ ഭയപ്പെടുത്തുന്നൊരു കഥയാണ് ചെന്നൈ നഗരത്തിൽ നിന്നും കേട്ടത്. കഴിഞ്ഞ രാത്രി യാത്രക്കാരിയായ യുവതിയെ ബൈക്ക് ടാക്സി ഡ്രൈവർ ലൈംഗികമായി പീഡിപ്പിച്ചു. ചെന്നൈ പള്ളിക്കരണയിൽ വെച്ച് 22-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ശിവകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ബൈക്കും പിടിച്ചെടുത്തിട്ടുണ്ട്. സുഹൃത്തിനെ കാണാൻ പോകാനായി തിങ്കളാഴ്ച വൈകിട്ടാണ് 22-കാരി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തത്. തുടർന്ന് തിരിച്ചുള്ള യാത്രയ്ക്കായി കാത്തിരിക്കാൻ ഡ്രൈവർ ശിവകുമാറിനോട് യുവതി ആവശ്യപ്പെട്ടു.
രാത്രി യുവതിയെ വീട്ടിൽ കൊണ്ടുവിടാനായി വരുമ്പോഴാണ് ഇയാൾ പീഡിപ്പിച്ചത്. വിജനമായ വഴിയിലൂടെ സഞ്ചരിച്ച് ഭീഷണിപ്പെടുത്തി ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് പരാതി. പിന്നീട് ഇയാൾ യുവതിയെ വീടിന് സമീപം ഇറക്കിവിട്ടു. ഭർത്താവിനെ വിവരമറിയിച്ച യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി ശിവകുമാർ അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശിവകുമാറിന്റെ മോട്ടോർ സൈക്കിളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ചെന്നൈ. മഹാരാഷ്ട്രയിലെ സത്താറയിൽ യുവ വനിതാ ഡോക്ടർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ. കേസിൽ പ്രധാന തെളിവായി കണക്കാക്കിയിരുന്ന കൈപ്പത്തിയിൽ കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം ഡോക്ടറുടെ അല്ലെന്ന് വെളിപ്പെടുത്തൽ. മരണശേഷം മറ്റാരോ കയ്യിൽ എഴുതിയതാകാമെന്നാണ് ഡോക്ടറുടെ സഹോദരി ആരോപിക്കുന്നത്. കേസിൽ വിശദമായി അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസുകാരനെയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറെയും അറസ്റ്റ് ചെയ്തിരുന്നു. യുവ വനിതാ ഡോക്ടർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ പോലീസുകാരനും ടെക്കിക്കുമെതിരെ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ. യുവ ഡോക്ടറുടെ കൈപ്പത്തിയിൽ കണ്ടെത്തിയ കുറിപ്പ് മറ്റാരോ എഴുതിയതാണെന്ന് സഹോദരി പറയുന്നു. ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ് വഴിതിരിച്ചുവിടാൻ ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ വെളിപ്പെടുത്തൽ. അതേസമയം അറസ്റ്റിലായ ടെക്കി യുവാവ് ഡോക്ടറുടെ വീടുടമയുടെ മകനാണെന്നും ഇയാൾക്കെതിരെ ഡോക്ടറുടെ ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണങ്ങളുണ്ടെന്നും പോലീസ് അറിയിച്ചു. എന്നാൽ ഡോക്ടർ സ്ഥിരമായി യുവാവിനെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നതായി കുടുംബം ആരോപിച്ചു. യുവാവിന്റെ ഫോൺ വിളി വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ വിവരങ്ങളും പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ 4 തവണ ബലാത്സംഗം ചെയ്തു എന്നാരോപിച്ച് ആത്മഹത്യ ചെയ്ത വനിതാ ഡോക്ടർ എഴുതിയ 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. പോലീസ് കേസുകളിലെ പ്രതികൾക്ക് വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകാൻ താൻ നിർബന്ധിതയായെന്നും അതിന് വിസമ്മതിച്ചപ്പോൾ ഉപദ്രവിക്കപ്പെട്ടെന്നും കുറിപ്പിൽ പറയുന്നു. സത്താറയിൽ താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന 28 വയസ്സുള്ള ഡോക്ടറെ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈവെള്ളയിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയാണ് വനിതാ ഡോക്ടർ ജീവനൊടുക്കിയത്. പിന്നീടാണ് 4 പേജുള്ള കുറിപ്പ് മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. സത്താറ SI ഗോപാൽ ബദാനെ 4 തവണ വിവിധ സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചെന്നും സഹായിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രശാന്ത് ബാൻകർ മാനസികമായി പീഡിപ്പിച്ചെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. സംഭവത്തിൽ മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദങ്ങളും ഉടലെടുത്തിരിക്കുകയാണ്. പ്രതിപക്ഷം സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ദുബായിൽ നടന്ന ഒരു കാർ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള വിരോധം. 1 ലക്ഷം രൂപ നൽകാത്തതിന്റെ പകയിൽ പ്രവാസിയുടെ വീടിന് തീയിട്ട കേസ്. പാലക്കാട് മുതുതലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. മുതുതല സ്വദേശിയായ പ്രവാസിയുടെ വീടിന് തീയിട്ട ശേഷം ആക്രമി കത്തിക്കൊണ്ട് കുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. കേസിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പട്ടാമ്പി പോലീസ്. ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ള എറണാകുളം സ്വദേശി പ്രേംദാസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പാലക്കാട് മുതുതലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സംഭവങ്ങളുണ്ടായത്. സാമ്പത്തിക ഇടപാട് ആരോപിച്ച് എറണാകുളം സ്വദേശി പ്രേംദാസാണ് മുതുതല സ്വദേശി പ്രവാസിയായ ഇബ്രാഹിമിന്റെ വീട്ടിലെത്തി തീയിടുകയും സ്വയം ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തത്. കഴുത്തിനും കൈയിലും പരിക്കേറ്റ പ്രേംദാസ് അപകടനില തരണം ചെയ്തതായി പോലീസ് അറിയിച്ചു. സംഭവത്തിൽ പ്രേംദാസിനെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം പട്ടാമ്പി പോലീസ് കേസെടുത്തു. പട്ടാമ്പി SHO അൻഷാദിന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി വിശദമായ പരിശോധനയും നടത്തി.
ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് പ്രേംദാസ് എന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നതായും വീട്ടുകാരെ സന്ദർശിച്ച ശേഷം മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വളരെ ക്രിമിനൽ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ കത്തിക്കുക മാത്രമല്ല, അവിടുത്തെ കുട്ടികളുടെ മേത്തടക്കം പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പെട്രോളോ ഡീസലോ എന്താണെന്ന് അത് അപ്പോഴേക്കും ആ കുട്ടികൾ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർ അപ്പുറത്തെ വീട്ടിലേക്ക് മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പോലീസ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായിരുന്നാലും വളരെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ള യാതൊരു സംശയവുമില്ല. വിദേശത്ത് കാർ കച്ചവടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. കാർ കച്ചവടത്തിൽ 1 ലക്ഷം രൂപ ഇബ്രാഹിം പ്രേംദാസിന് കൊടുക്കാനുണ്ടെന്നും 2 വർഷമായി പണം നൽകാതെ കബളിപ്പിക്കുകയാണെന്നും വിവരിച്ചുകൊണ്ടുള്ള ലഘുലേഖയും പ്രേംദാസിന്റെ കയ്യിലുണ്ടായിരുന്നു. വീട്ടിലെത്തിയ പ്രേംദാസ് മുറ്റത്തുണ്ടായിരുന്ന സ്കൂട്ടറിനും ഇന്നോവ കാറിനും തീയിടുകയായിരുന്നു. തുടർന്ന് വീടിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. ഇബ്രാഹിമിന്റെ കുട്ടികളുടെ ദേഹത്തും പെട്രോൾ ഒഴിച്ച് അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നു. വീട്ടുകാർ അടുത്ത വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീട് ഏതാണ്ട് പൂർണ്ണമായി കത്തിനശിച്ചു. ഇബ്രാഹിമിന്റെ നിർമ്മാണം നടക്കുന്ന പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളും നശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. തൃശൂർ, എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് കുഴൽപ്പണം കവർച്ച ചെയ്യുന്ന വൻ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പണമിടപാടുകൾ നിരീക്ഷിക്കാൻ ആളുകളെ ചുമതലപ്പെടുത്തും. അവരുടെ നിർദ്ദേശപ്രകാരമാണ് കവർച്ച. തൃശൂർ മണ്ണുത്തിയിൽ കഴിഞ്ഞ ദിവസം ബസ് ഉടമയിൽ നിന്ന് 75 ലക്ഷം രൂപ കവർന്നത് ഈ കൊള്ള സംഘമാണ്. കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ് വിറ്റ വകയിൽ ലഭിച്ച പണവുമായി ബംഗളൂരുവിൽ നിന്നും സ്വന്തം ബസ്സിൽ തൃശൂരിലെത്തിയ എടപ്പാൾ സ്വദേശി മുബാറക്കിൽ നിന്നാണ് ഇവർ പണം കൊള്ളയടിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ആസൂത്രിതമായ കവർച്ച. അറ്റ്ലസ് ബസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കാണ് വൻ കവർച്ചയ്ക്ക് ഇരയായത്. ബസ് വിറ്റ വകയിൽ ലഭിച്ച 75 ലക്ഷം രൂപയുമായി ബംഗളൂരുവിൽ നിന്ന് സ്വന്തം ബസ്സിൽ തൃശൂരിലെത്തിയതായിരുന്നു മുബാറക്ക്. മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം ചായ കുടിക്കാൻ ദേശീയപാതയോരത്തെ സർവീസ് റോഡിലിറങ്ങി. വഴിയിൽ മെഡിക്കൽ ഷോപ്പിന്റെ വരാന്തയിൽ ബാഗ് വെച്ച ശേഷം കട ഉടമയോട് പറഞ്ഞിട്ട് ശുചിമുറിയിലേക്ക് പോയതിനു പിന്നാലെയാണ് കവർച്ച നടന്നത്. മുബാറക്ക് ശുചിമുറിയിലേക്ക് കയറിയ ഉടൻ തൊപ്പി ധരിച്ച ഒരാൾ ബാഗ് എടുത്തുകൊണ്ടു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. മുബാറക്ക് ഓടി വന്ന് തടയാൻ ശ്രമിച്ചപ്പോൾ സമീപം കാറിൽ നിന്ന് പുറത്തിറങ്ങിയ 3 പേരുമായി പിടിവലിയുണ്ടായി. ഇവർ മുബാറക്കിനെ തള്ളിയിട്ട് ഒരു വാനിൽ കയറി മണ്ണുത്തി ഭാഗത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പ്രതികൾ പിടിയിലായത്. അങ്കമാലി സ്വദേശികളായ നിയാസ്, ശ്യാം എന്നിവരടക്കം 3 പേർ പിടിയിലായി എന്നാണ് വിവരം. 2 പേരെ എറണാകുളത്ത് നിന്നും മുഖ്യപ്രതിയെ ഡൽഹിയിൽ നിന്നുമാണ് പിടികൂടിയത്. കവർച്ചയ്ക്ക് പിന്നിൽ കുഴൽപ്പണം തട്ടുന്ന വൻ സംഘമാണെന്നാണ് സൂചന. മോഷണത്തിന് ഉപയോഗിച്ച ഇന്നോവ കാറും കസ്റ്റഡിയിലെടുത്തു. മൊത്തം 5 പേരാണ് കവർച്ചയ്ക്ക് പിന്നിൽ. എല്ലാവരും എറണാകുളം സ്വദേശികളാണ്. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. അതിനിടെ ആരോപണത്തെ പ്രതിരോധിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നീക്കവും. ഷാഫി പറമ്പിൽ MP നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൻ്റെ ചിത്രം സഹിതം ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് വടകര കൺട്രോൾ റൂം SHO അഭിലാഷ് ഡേവിഡ്. ദുരുദ്ദേശപരവും അപകീർത്തിപരവുമായ പരാമർശമാണ് MP നടത്തിയതെന്നാണ് ആക്ഷേപം. അഭിലാഷ് ഡേവിഡ് വടകര റൂറൽ SPക്ക് നൽകിയ അപേക്ഷ DGPക്ക് കൈമാറിയിട്ടുണ്ട്. സംഘർഷത്തിനിടെ വടകര കൺട്രോൾ റൂം SHO അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ MP ആരോപിച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിൽ അഭിലാഷ് ഡേവിഡിന്റെ പേരെടുത്ത് പറഞ്ഞ ഷാഫി
CPM-ന് വേണ്ടി കൊട്ടേഷൻ പണിയാണ് അഭിലാഷ് ചെയ്യുന്നതെന്നും ആരോപിച്ചിരുന്നു. ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിക്കാനുള്ള CIയുടെ അപേക്ഷ റൂറൽ SP DGPക്ക് കൈമാറി. നടപടിക്രമം പാലിച്ച് അനുമതി ലഭിച്ച ശേഷം മാത്രമേ ഉദ്യോഗസ്ഥന് നിയമ നടപടിയിലേക്ക് കടക്കാൻ സാധിക്കൂ. തന്നെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഷാഫി പറമ്പിൽ MP അഭിലാഷിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. പേരാമ്പ്ര സംഘർഷ സമയത്ത് തന്നെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമം നടന്നെന്നും അതിന് നേതൃത്വം നൽകിയതും തന്നെ അടിച്ചതും ഈ ഉദ്യോഗസ്ഥനാണെന്നുമാണ് MP ആരോപിച്ചത്. അഭിലാഷ് ഡേവിഡിനെ കൃത്യവിലോപത്തിന് നേരത്തെ സർവീസിൽ നിന്നും പുറത്താക്കിയതാണെന്നും ഷാഫി പറഞ്ഞിരുന്നു. ദുരുദ്ദേശപരമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥനെ കോഴിക്കോട് റൂറലിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ആരോപണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്നീട് MP പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകുകയും ചെയ്തു. MP ആരോപിച്ച സ്ഥലത്തല്ല തനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നെന്നും സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അഭിലാഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു. അതേസമയം MPക്കെതിരെ ആക്രമണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് DYSPയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ടാം പ്രതി മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. കേസിൽ ഇവരുടെ പങ്കു വ്യക്തമാകുന്നതിനാണ് ചോദ്യം ചെയ്യലും തെളിവെടുപ്പും. ഗൂഢാലോചനയും കവർച്ചയും നടന്ന ശബരിമലയിൽ വരും ദിവസങ്ങളിൽ ഇരുവരെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിലെ മറ്റു പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കസ്റ്റഡി കെട്ടിയ സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതി മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സന്നിധാനത്തെത്തിച്ച് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. ഇരുവരും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനായി രണ്ട് പ്രതികളെയും ഒന്നിച്ചിരുത്തി വിശദമായി SIT ചോദ്യം ചെയ്യും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടാൻ SIT റാന്നി കോടതിയിൽ അപേക്ഷ നൽകും. രണ്ടായിരത്തി 19 മുരാരി ബാബു ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന കാലത്താണ് സ്വർണ്ണക്കവർച്ച നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രതികളെയും സന്നിധാനത്തെത്തിച്ച് തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന് തീരുമാനം. തീർത്ഥാടകരുടെ പ്രതിഷേധം ഒഴിവാക്കാനാണ് ഈ നീക്കം. കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും എത്തിച്ച് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ദേവസ്വം ബോർഡിലെ മറ്റാർക്കെങ്കിലും സംഭവത്തിൽ പങ്കുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്. കേസിലെ മറ്റു പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം പൂർത്തിയാക്കി 6 ആഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. ഒരു ദുരന്തം സംഭവിക്കുന്ന വീട്ടുകാരുടെ നാട്ടുകാർക്കെല്ലാം സഹതാപമുണ്ടാകും. അവർക്ക് എന്ത് സഹായം നൽകാൻ നമ്മളൊക്കെ സന്നദ്ധരായി ഇറങ്ങാറുണ്ടല്ലേ. എന്നാൽ അങ്ങനെ ദുരിതം നേരിട്ട കുടുംബത്തെ പോലും കൊള്ളയടിക്കുന്ന മനുഷ്യരുണ്ട്. തിരുവനന്തപുരം അമ്പൂരിയിൽ വിഷക്കൂൺ കഴിച്ച് ആശുപത്രിയിലായവരുടെ വീട്ടിൽ കവർച്ച നടന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമീപവാസികളായ ടോണി, ലിനു എന്നിവരെയാണ് നെയ്യാർ ഡാം പോലീസ് പിടികൂടിയത്. റബ്ബർ ഷീറ്റും ഒട്ടുപാലും ഉൾപ്പെടെയാണ് ഇവർ മോഷ്ടിച്ച് കടത്തിയത്. വിഷക്കൂൺ കഴിച്ച് ആശുപത്രിയിലായവരുടെ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റും ഒട്ടുപാലും കൊട്ടപ്പാക്കും ഉൾപ്പെടെ മോഷ്ടിച്ച കേസിലാണ് 2 പേർ പിടിയിലായത്. 1ഉം 3ഉം പ്രതികളായ കാരിക്കുഴി സ്വദേശി ടോണി, മായമ്പർത്തി സ്വദേശി ലിനു എന്നിവരെയാണ് നെയ്യാർ ഡാം പോലീസ് പിടികൂടിയത്. 60 ഷീറ്റുകളും 30 കിലോയോളം ഒട്ടുപാലും 2 ചാക്ക് കൊട്ടപ്പാക്കും ഉൾപ്പെടെ 25,000 രൂപയോളം വിലയുള്ള സാധനങ്ങളാണ് ഇവർ മോഷ്ടിച്ചത്. 2ാം പ്രതി ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കി. വനത്തിൽ നിന്നും
ശേഖരിച്ച കൂൺ പാകം ചെയ്ത് കഴിച്ച അമ്പൂരി കാരിക്കുഴിയിൽ മോഹനൻ കാണിയും കുടുംബവും ഇക്കഴിഞ്ഞ 16 മുതൽ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ സമയത്തായിരുന്നു മോഷണം. ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയം പുറത്തെ ഷെഡിൽ വച്ചിരുന്ന സാധനങ്ങൾ കാണാതായതോടെയാണ് മോഹനൻ കാണി പോലീസിൽ പരാതി നൽകിയത്. ഒരാഴ്ചയോളം ആശുപത്രിയിൽ കഴിഞ്ഞാണ് കുടുംബം വീട്ടിൽ തിരിച്ചെത്തിയത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തൃശൂർ, മലപ്പുറം ജില്ലകളിലെ MDMA മൊത്ത വിതരണക്കാരനാണ് ചാവക്കാട് സ്വദേശി ഷാമിൽ. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാനി. കഴിഞ്ഞ ദിവസം കോഴിക്കടയുടെ മറവിൽ MDMA വിൽപ്പന നടത്തിയ കേസിൽ പിടിയിലായ പൊന്നാനി സ്വദേശി ഫൈസലിൽ നിന്നാണ് ഷാമിലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ഫൈസലിന് MDMA എത്തിച്ചു നൽകിയ കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷാമിലെന്ന് പോലീസ് പറയുന്നു. തൃശൂർ, മലപ്പുറം ജില്ലകളിലായി MDMA മൊത്തവ്യാപാരം നടത്തുന്ന മാഫിയ സംഘത്തിലെ പ്രധാനിയെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട്, വടക്കേക്കാട് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് ഷാമിലെന്ന് പോലീസ് അറിയിച്ചു. പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിലിൽ കോഴിക്കടയുടെ മറവിൽ MDMA വിൽപ്പന നടത്തുന്നതിനിടെ അറസ്റ്റിലായ പൊന്നാനി സ്വദേശി ഫൈസലിന് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് ഷാമിലാണെന്ന് തിരിച്ചറിഞ്ഞാണ് അറസ്റ്റ്. നാല് തവണ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുള്ള ഷാമിലിനെതിരെ മലപ്പുറം SP R വിശ്വനാഥിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിന് നിർദ്ദേശം നൽകുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷാമിലെന്ന് പോലീസ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് പൊന്നാനി SHO S അഷ്റഫ് പറഞ്ഞു. പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് അയക്കും. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് കുമ്പള അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് വൻ അപകടമുണ്ടായ സംഭവമാണ് പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത്. സംഭവത്തിൽ ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. അനന്തപുരം വ്യവസായ എസ്റ്റേറ്റിലെ ഡെക്കോർ പാനൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം ബോയിലറിൽ വെള്ളം കുറഞ്ഞതിനാലെന്നാണ് പ്രാഥമിക നിഗമനം. സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ വീട്ടുമുറ്റത്ത് തെറിച്ചു വീണ ബോയിലറിന്റെ ലോഹഭാഗം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന ഫിഷറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്ഫോടനത്തിൽ 10ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ആദ്യമായാണ് ജില്ലയിൽ ഇത്തരത്തിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുന്നത്. 1.5 വർഷം മുൻപാണ് ഫാക്ടറി അനന്തപുരത്തെ വ്യവസായ എസ്റ്റേറ്റിൽ ആരംഭിച്ചത്. അപകടത്തിൽ മരിച്ച അസം സ്വദേശി നജീറുൽ അലിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് സുഹൃത്തുക്കൾ. പരിക്കേറ്റ് 6 പേർ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പരിക്കേറ്റ് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേർ ആശുപത്രി വിട്ടു. അപകടം നടക്കുമ്പോൾ 9 പേരാണ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. നടൻ അജ്മൽ അമീറിനെതിരെ ഗുരുതര ആരോപണവുമായി തമിഴ് നടി നർവിനി ദേരി. ഓഡിഷൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. ട്രെൻഡ് ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ വെളിപ്പെടുത്തൽ.
തിരുവനന്തപുരം അരുവിക്കരയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ചയാൾക്ക് 30 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കരകുളം വേറ്റിക്കോണം സ്വദേശി മുഹമ്മദ് കബീറിനെയാണ് നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇടുക്കിയിൽ 1.5 കിലോ കഞ്ചാവുമായി അസം സ്വദേശി പിടിയിൽ. പിടിയിലായത് തൂക്കുപാലത്ത് പച്ചക്കറിക്കടയിലെ തൊഴിലാളിയായ ഇമ്രാൻ ഹുസൈൻ. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അക്രമത്തിൽ SDPI പ്രാദേശിക നേതാവ് പിടിയിൽ. കൂടത്തായി സ്വദേശി അമ്പാടൻ അൻസാറിന്റെ അറസ്റ്റോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 13ആയി. പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്തവർ വിവാഹമോചനം നേടുന്നതാണ് നല്ലത്. എന്നാൽ കേസ് കോടതിയിലെത്തിയാലും ഭാര്യയെ വേട്ടയാടുന്ന ചില മനോരോഗികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എറണാകുളം വൈറ്റില സ്വദേശി ജോർജും ഭാര്യയും തമ്മിലുള്ള വിവാഹമോചന കേസ് ആലുവയിലെ കുടുംബ കോടതിയിൽ നടക്കുന്ന സമയം ഗാർഹിക പീഡനത്തെ തുടർന്നാണ് കേസ് കോടതി വരെ എത്തിയത്. അതിനിടെ ഭാര്യയുടെ അഭിഭാഷകയ്ക്ക് നേരെ ഭർത്താവിൻ്റെ ആക്രമണം. നെടുമ്പാശ്ശേരി സ്വദേശിനി അഞ്ജു അശോകനെ അവരുടെ വക്കീൽ ഓഫീസിലെത്തിയാണ് അയാൾ മർദ്ദിച്ചത്. അഭിഭാഷകയുടെ പരാതിയിൽ നോർത്ത് പോലീസ് കേസെടുത്തു. ഇവനൊക്കെ വക്കീലിനോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സ്വന്തം ഭാര്യയെ വീട്ടിൽ എങ്ങനെയാകും കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള പുരുഷന്മാർക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണെന്ന് സ്ത്രീകൾ തിരിച്ചറിഞ്ഞാൽ പല ആത്മഹത്യകളും കൊലപാതകവും ഒഴിവാകും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.